ഗൈസ്, ഐ ലീഗിൽ നാളെയാണ് സൂപ്പർ സൺഡേ എന്നുള്ള കാര്യം അറിയാലോ. കാരണം ടൈറ്റിൽ ഡിസൈഡർ മത്സരം നാളെയാണ്. ISL എൻട്രി ആര് നേടുമെന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക് എത്തും. എന്നാൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമായിരുന്നു. ആരാണ് റെലഗേഷൻ ബാറ്റിൽ നിന്ന് അല്ലെങ്കിൽ റെലഗേഷൻ സോണിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ഒരു നിർണായക മത്സരം. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തതാണ്. ഐസ്വാൾ അല്ലെങ്കിൽ SC ബംഗളൂരു ഇതിൽ ഒരു ടീം റെലഗേറ്റ് ആകും എന്നുള്ള കാര്യവും പറഞ്ഞതാണ്. എന്താണെങ്കിലും റെലഗേഷൻ സംഭവിക്കുന്നത് SC ബംഗളൂരു എന്ന് പറയുന്നിട്ടുള്ള ടീമിനാണ്. ഈ ഒരു മത്സരത്തിൽ ഐസ്വാളിന് വന്നിരുന്ന ഒരു മത്സരം നാംദാരിക്കെതിരെയാണ്. അവർക്കെതിരെ വിജയിച്ചിരുന്നെങ്കിൽ ഈസിലി ഐസ്വാൾ കയറിയാണ്. കാരണം ഹെഡ് ടു ഹെഡ് അഡ്വാൻറ്റേജ് നോക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നാണെങ്കിലും 3-0 എന്ന് പറയുന്ന സ്കോറിൽ ഐസ്വാൾ FCക്ക് അവരുടെ ഹോം മത്സരത്തിൽ നാംദാരിക്കെതിരെ വിജയം സ്വന്തമാക്കാൻ സാധിച്ചു. SC ബംഗളൂരു ശ്രീനിധി മത്സരം ഒരു 2-2 ഡ്രോ ആകുന്ന സാഹചര്യത്തിലാണ് പോയത്. എന്താണെങ്കിലും രഞ്ജിത്ത് ബജാജിൻ്റെ ഡൽഹി FCയും പുതുതായിട്ട് മാത്രം പ്രൊമോട്ടായി വന്നിട്ടുള്ള SC ബംഗളൂരുവുമാണ് റെലഗേഷനിലേക്ക് പോകുന്നത്. ഐ ലീഗ് 2-ൽ അവർ അടുത്ത സീസണിൽ കളിക്കണം എന്നുള്ളതാണ്. SC ബംഗളൂരിന് ഈ ഒരു മത്സരത്തിൽ ഒരുപാട് ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവർക്ക് കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഒരുപാട് ബിഗ് ചാൻസസ് മിസ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഐസ്വാൾ FCയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞല്ലോ 3-0 എന്ന് പറഞ്ഞ ആധികാരിക വിജയമാണ്. അതിൽ ലാൽറിൻസ്വാല എന്ന് പറഞ്ഞിട്ടുള്ള താരത്തെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് 2 ഗോളുകളാണ് താരം അടിച്ചത്. മറ്റൊരു ഗോൾ ഓൺ ഗോളായിരുന്നു. അതും അദ്ദേഹത്തിൻ്റെ കാലുകളിൽ നിന്ന് വന്നിട്ട് ബോൾ അവരുടെ ഒപ്പോൺ പ്ലെയറുടെ കാലിൽ തട്ടി കയറുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വളരെ നിർണായക പ്രകടനം. അത് രണ്ടും സ്ട്രൈക്കർ ഗോൾ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ്. 12 ഗോളുകൾ ഈ സീസണിൽ ലാൽറിൻസ്വാല എന്ന് പറയുന്ന താരം അടിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ മനോല കണ്ണും പൂട്ടി ടീമിൽ എടുക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഫിനിഷ്, വാട്ട് എ ഫിനിഷ്, ഒന്നും പറയാനില്ല. അടുത്ത വർഷം അദ്ദേഹം ഒരു നല്ല ക്ലബ്ബും ചൂസ് ചെയ്യണമെന്നുള്ളതാണ്. ഓപ്പർച്യൂണിറ്റീസൊക്കെ ആസ് എ സ്ട്രൈക്കർ എന്ന നിലയിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ക്ലബ്ബ് ചൂസ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ പേഴ്സണലി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഐസ്വാൾ FC ഒരിക്കലും റെലഗേറ്റ് ആകരുത്. കാരണം അവർ അത്രത്തോളം കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരു ടീമാണ്. ഒരുപാട് പ്ലേയേഴ്സ് ആ ഒരു ക്ലബ്ബിലൂടെ എമേർജ് ചെയ്ത് വരുന്ന ഒരു ടീമാണ്. അപ്പോൾ അവരൊരിക്കലും റെലഗേറ്റ് ആയി പോകാൻ പാടില്ല. മുൻ ചാമ്പ്യൻസ് ആണ്. അതുപോലെ പിന്നെ അത്രയും ഫാൻ ബേസ് ഉള്ള ഒരു ടീമാണ് എന്നുള്ള കാര്യമൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ. എന്നാണെങ്കിലും നാളത്തെ മത്സരം എന്താണെങ്കിലും നിർണായകമാകുമോ, ആഗ്രഹിക്കുന്ന ആ ഒരു ടീം തന്നെ പ്രൊമോട്ട് ആകുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. നിങ്ങൾ ഏത് ടീമാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു ISLലേക്ക് പ്രൊമോട്ട് ആണോ? ചർച്ച് ബ്രദേഴ്സ് ആണോ, അതോ ഗോകുലം കേരള FC ആണോ, അതോ റിയൽ കാശ്മീർ ആണോ, അതോ ഇന്റർ കാശി ആണോ? ആ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്താൽ ഒരു കൺവേഷൻ സരിക്കാം.